എന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ എൻ സത്യനേശൻ. അതിനു മുമ്പായിട്ട് നമുക്ക് ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. അതിനായിട്ട് സിസ്റ്റർ ബീന മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് കർത്താവിന്റെ ദാസൻ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ലോകത്തില് നമ്മളായിരിക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് സങ്കേതമായി ആ ചിറകിന്റെ മറവിൽ നമ്മളെ മറച്ച് ഓരോ ദിവസവും കോട്ടയായി ഹല്ലേലൂയ നമുക്ക് ആശ്രയിപ്പാനൊക്കെ നമ്മുടെ ദൈവം നമുക്കുണ്ട്. ഈ ലോകത്ത് ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കർത്താവ് രാത്രികാലവും നമുക്കുണ്ടല്ലോ. പ്രത്യാശയോടെ നാളുകളിൽ നടത്തിയ കർത്താവിനെ പിന്നെയും പാടി സ്തുതിപ്പാൻ ലഭിച്ച സമയത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട്, ഒരു പഴയ പാട്ടാണ്, നമുക്ക് പലർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. ഹല്ലേലൂയ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവിധത്തിലും കർത്താവിന്റെ നാമം രാത്രികാലം മഹത്വം കൊടുക്കട്ടെ. എന്നെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. അലറുന്ന സിംഹം പോൽ ശത്രു വന്നാലും ശത്രു മുമ്പാകമേശ ഒരുക്കുന്നവൻ. അലറുന്ന സിംഹം പോൽ ശത്രു വന്നാലും ശത്രു മുമ്പാകമേശ ഒരുക്കുന്നവൻ. അഗ്നിമയ രഥത്താൽ ദൂതഗണത്തെ കാവലായി ചുറ്റും അവൻ നിർത്തിയിടുമേ. അഗ്നിമയ രഥത്താൽ ദൂതഗണത്തെ കാവലായി ചുറ്റും അവൻ നിർത്തിയിടുമേ. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. അത്യുന്നതൻ മറവിൽ വസിക്കും മക്കളെ യാഹൻ ദൈവം ചിറകിൻ കീഴിൽ മറച്ചിടുമേ. അത്യുന്നതൻ മറവിൽ വസിക്കും മക്കളെ യാഹൻ ദൈവം ചിറകിൻ കീഴിൽ മറച്ചിടുമേ. അവനെന്റെ സങ്കേതം കോട്ടയുമേ, ഞാൻ ആശ്രയിക്കും എന്റെ ദൈവവുമേ. അവനെന്റെ സങ്കേതം കോട്ടയുമേ, ഞാൻ ആശ്രയിക്കും എന്റെ ദൈവവുമേ. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. ഉറ്റോരുടയവർ തള്ളിയാലും ഈ ലോകമെന്നെ പകച്ചിടിലും. ഉറ്റോരുടയവർ തള്ളിയാലും ഈ ലോകമെന്നെ പകച്ചിടിലും. പതറില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ പടകിലൻ യേശു എൻ കൂടെയുണ്ട്. പതറില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ പടകിലൻ യേശു എൻ കൂടെയുണ്ട്. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. ഇന്നു നാം അവൻ ശബ്ദം കേട്ടിടുക, പ്രിയന്മാർ ചാരി നാം ആനന്ദിക്കും. ഇന്നു നാം അവൻ ശബ്ദം കേട്ടിടുക, പ്രിയന്മാരിൽ ചാരി നാം ആനന്ദിക്കും. സ്വർഗീയ സിയോനിലെത്തിടുവാനൻ ആത്മാവു ദിനവും വാഞ്ചിക്കുന്നേ.
സ്വർഗീയ സിയോനിലെത്തിടുവാനൻ ആത്മാവ് ദിനവും വാഞ്ചിക്കുന്നേ. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. വിശ്വാസവീരരെ പോർവീരരെ ധൈര്യമായി പോയിടാം പോരാടിടാം. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. യേശുവിൻ നാമത്തിൽ ഒന്നു ചേർന്നു പാടിടാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനം കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. സ്വർഗീയ സിയോനിൽ എത്തുവാനായിട്ട് നമ്മുടെ ആത്മാവ് വാഞ്ചിക്കുന്നു. അതെ, ആ ഒരു ആഗ്രഹത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. താങ്ക് യു സിസ്റ്റർ ബീന. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ട് പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവദാസൻ എൻ സത്യനേശന് ഇപ്പോൾ നമുക്ക് മെസ്സേജ് തരുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒക്കലോഹോമ പ്രയർ ലൈനില് ദൈവത്തിന്റെ വചനവും വായിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. അതിനായി എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ സാജൻ ബ്രദറെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഭാര്യയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം ഈ പ്രയർ ലൈനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ കർത്തദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. യെശയ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശ്രദ്ധ വാക്യം. യെശയ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യം. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തു എങ്കിലും സൗഖ്യം വന്നില്ല. ശരിയല്ല, അത് യെശയ്യാവ് 51ന്റെ 9ഉം 10ഉം വാക്യം. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തു. അത് എർമ്യാവ്, സോറി ഉണ്ട്. 51ന്റെ 9ഉം 10ഉം, സോറി, 9ഉം 10ഉം. ആമേൻ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും തിരഞ്ഞെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വീതിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? ആമേൻ. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയെ വഴിയാക്കിയതും നീയല്ലയോ? യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ വായിക്കുവാൻ കഴിഞ്ഞത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ച പഴയ നിയമത്തിലെ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് ഏറ്റവും കൂടുതൽ യേശുവിനെ കുറിച്ച് പ്രവചിച്ചു. പഴയ നിയമത്തിൽ ദാവീദ് യേശുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാടി. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതി. ഇങ്ങനെ ആമേ 3 പേരെയും ഒന്നിനൊന്ന് മേലായി നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിനെ പ്രവചിച്ച യെശയ്യാവ്, ക്രിസ്തുവിനെ പാടിയ ദാവീദ്, ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ പൗലോസ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഇവിടെ ഒരു വലിയ പ്രാർത്ഥന നടത്തുകയാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? യഹോവയുടെ ഭുജത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് യഹോവയുടെ ഭുജം? എവിടെയാണ് ഉണരേണ്ടത്? പൂർവകാലത്ത് ഈ ഭുജം ഉണർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? രഹബെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനൊക്കെയും മറുപടി പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഭുജം എന്ന് പറയുന്നത്
ഈ സാധാരണ ഭുജം എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഒരു ഭാഗമാണ്. എന്നാൽ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ അവിടെ മുമ്പാകെ വളരും, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല എന്ന് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ മാത്രം വർണ്ണിച്ചിരിക്കുന്ന ഒരധ്യായമാണ് യെശയ്യാപ്രവചനം 53-ാം അധ്യായം. അത് തുടങ്ങുന്നത് തന്നെ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ. അപ്പൊ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് അവനാണ്. ആര്? കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് ബൈബിളിൽ 200-ലധികം അലങ്കാര നാമങ്ങളുണ്ട്. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമമാണ് യഹോവയുടെ ഭുജം. അവൻ പൂക്കളിൽ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരപ്പൂവുമാണ്. ആമേ സ്തോത്രം. അതേ, ശ്രേഷ്ഠന്മാരിൽ അവൻ 10,000-ങ്ങളിൽ അത് ശ്രേഷ്ഠൻ, സുന്ദരന്മാരിൽ മനുഷ്യപുത്രന്മാരിൽ അത് സുന്ദരൻ. ദൈവത്തിന് സ്തോത്രം. കാട്ടുമൃഗങ്ങളിൽ അവൻ യഹൂദാഗോത്രത്തിലെ സിംഹം, നാട്ടുമൃഗങ്ങളിൽ അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇങ്ങനെ പറയുവാൻ തുടങ്ങിയാൽ യേശുക്രിസ്തുവിന് അനവധി പേരുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പേരാണ് യഹോവയുടെ ഭുജം. ദൈവത്തിന് സ്തോത്രം. ഇനി യഹോവയുടെ ഭുജത്തെ ഉണരുവാൻ പറയുന്നു. എവിടെ ഉണരണം? ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിലെല്ലാവരിലും ഉണരണം. നമ്മിൽ കൂടെയാ യഹോവയുടെ ഭുജമായ യേശു ഉണരേണ്ടത്. ദൈവത്തിന് സ്തോത്രം. രഹബ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്രൈമിന് അല്ലെങ്കിൽ ഈജിപ്തിന് ഉള്ള രാഷ്ട്രീയ നാമമാണ് രഹബ്. ആമേ സ്തോത്രം. മിസ്രൈമിന് നൽകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നാമമാണ് രഹബ്. ദൈവത്തിന് സ്തോത്രം. രഹബിനെ വെട്ടുവാൻ വേണ്ടിയും മഹാസർപ്പം എന്ന് പറയുന്നത് പഴയ പാമ്പായ പിശാച് തന്നെ മഹാസർപ്പത്തെ കുത്തുവാൻ വേണ്ടിയും പൂർവകാലത്ത് പണ്ടത്തെ തലമുറകളിൽ ഈ ഭുജം ഉണർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവാണ് യഹോവയുടെ ഭുജം എന്ന് നാം വായിച്ചു കേട്ടല്ലോ. അത് ഒരുവിധം മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭുജത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ആ വചനത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി യെശയ്യാവ് 30-30 വായിച്ചാൽ ഈ ഭുജം മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച ഭുജമാണ്. മനുഷ്യ അവതാരമെടുത്ത ഭുജമാണ് ആമേൻ യഹോവയുടെ ഭുജമെന്ന് യെശയ്യാവ് 30-30 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായെന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യനായി അവതരിച്ച ഭുജമാണ് യഹോവയുടെ ഭുജമായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് 52-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 50-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ഇത് നഗ്നമാക്കപ്പെട്ട ഭുജമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി നഗ്നമാക്കപ്പെട്ടു? സകല ജാതികളും കാണുക യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. എന്തിനാ? ഭൂമിയുടെ അറ്റത്തോളം നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കാണുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവാണ് ഈ ഭുജമെന്ന് പറഞ്ഞല്ലോ. ആമേ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം എടുത്ത കാലഘട്ടം, കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയുള്ള ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഭുജം നഗ്നമാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോഴും ശീലകളാൽ ചുറ്റപ്പെട്ടാണ് കിടന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേ കല്ലറയ്ക്കകത്ത് വെക്കുമ്പോഴും പുതിയ ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടിയാ വെച്ചത്. ഇതിനിടയ്ക്ക് എവിടെ വെച്ച് ഈ ഭുജം നഗ്നമാക്കപ്പെട്ടു? യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണിത്. ദൈവത്തിന് സ്തോത്രം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആമേ മനുഷ്യവർഗത്തിന്റെ മേൽ പാപത്തിന്റെ ശമ്പളമായി ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ ആ ശിക്ഷ മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഭുജം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു. അതാണ് ഭൂമിയുടെ അറ്റത്തോളം നമ്മുടെ ദൈവത്തിന് രക്ഷ കാണുവാൻ വേണ്ടി ഈ ഭുജം നഗ്നമാക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ ആമേ സ്തോത്രം. അതേ ഗദസമന തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് രക്തം വിയർത്തവനായി വെളിയിൽ വന്ന യേശുവിനെ തോട്ടത്തിന്റെ വാതിൽക്കൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ആമേ സ്തോത്രം ഹന്നാവിന്റെ മുമ്പിലും കയ്യഫാവിന്റെ മുമ്പിലും വിസ്തരിച്ചതിനു ശേഷം സന്നദ്ധീ സംഘത്തിന് മുമ്പിൽ വെച്ച് യേശുവിനെ വിസ്തരിച്ചു.
അവിടെ വിസ്തരിച്ചതിന് ശേഷം പീലാത്തോസിന്റെ മുൻപിലും ഹേരോദാവിന്റെ മുൻപിലും വിസ്തരിച്ചു. അങ്ങനെ 5 കോടതിയിൽ വിസ്തരിക്കപ്പെടുന്നു. അവസാനം പീലാത്തോസ് വീണ്ടും വിസ്തരിച്ചു അവന് കുറ്റമില്ല എന്ന് കണ്ടിട്ടും യേശുവിനെ വാറുകൊണ്ടടിക്കുവാൻ കൽപ്പിച്ചപ്പോൾ പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടു നടത്തി യേശുവിന്റെ പുറം വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി 2 റോമൻ ഭടന്മാർ 2 വശത്തായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അടിച്ച് തകർത്ത അനുഭവമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സകല ജാതികളും കാണുക ഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കി. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ഭൂമിയുടെ അറ്റത്തോളം നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കാണുവാൻ വേണ്ടിയാണ്. യെശയ്യാ 50-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആമേ സ്തോത്രം, ബലാത്കാരേണ യേശുവിനെ ആമേ സ്തോത്രം കഷ്ടത്തിലാക്കുകയല്ല, യേശു തന്നെ സ്വതവേ സമ്മതിച്ചു കൊടുത്തതാണ്. അടിക്കുന്നവർക്ക് അവൻ മുതുക് കാണിച്ചു കൊടുത്തു, രോമം പറിക്കുന്നവർക്ക് തന്റെ കവിള് കാണിച്ചു കൊടുത്തതാണ് 50-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ മുഖത്തിലെ രോമം പിഴുതെടുത്തു എന്ന് ബൈബിളിൽ കാണപ്പെടുന്ന ഏകവചനം യെശയ്യാവ് 50-ന്റെ 6-ാം വാക്യമാണ്. എല്ലാവരും നോട്ട് ചെയ്ത് കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ബലാത്കാരൻ അടിക്കുകയല്ല, യേശു തന്നെ തന്റെ മുതുക് കാണിച്ചു കൊടുത്തതാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ യെശയ്യാവ് തന്നെ മറുപടി പറയും. ആമേൻ. 53-ാം അധ്യായത്തിന് 5-6 വാക്യം വായിക്കുമ്പോൾ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ ശരീരത്തിൽ റോമൻ ചമ്മട്ടി പതിച്ച് അവന്റെ ശരീരമെല്ലാം ഉഴവ് ചാലുപോലെ കീറപ്പെടുമ്പോൾ ആമേ സ്തോത്രം, യേശുവിന് ആമേ സ്തോത്രം അതൊരു വലിയ വേദനയായിരുന്നില്ല. ആമേ മനഃപൂർവ്വമായിട്ട് യേശു അടിക്കുന്നവർക്ക് മുതൽ കാണിച്ചു കൊടുത്തു. എന്തിനെന്നറിയാമോ? ഇന്ന് രോഗങ്ങളാൽ, ഭാരങ്ങളാൽ, വേദനകളാൽ, കഷ്ടങ്ങളാൽ അലയുന്ന ആമേ ജീവിച്ച് കൊതി തീരാതെ മരണത്തെ മുഖാമുഖമായി കണ്ടു കഴിയുന്ന അനേകന്റെ ജീവിതത്തിൽ ആമേ സൗജന്യമായി സൗഖ്യം പകരുവാൻ വേണ്ടി ആമേൻ യേശു അതെല്ലാം സഹിക്കുകയായിരുന്നു. ആമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളെ ചുമന്നവനാണ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ് നമ്മുടെ പ്രാണനാഥനായ കർത്താവ്. നമ്മുടെ വേദനകളെ ചുമക്കുവാൻ, ആമേ സ്തോത്രം, നമ്മുടെ രോഗങ്ങളെ വഹിക്കുവാൻ യേശു ക്രിസ്തു തന്റെ മുതുക് കാണിച്ചു കൊടുത്തു. ആമേ സ്തോത്രം. റോമൻ ഭടന്മാർ 2 പേരും കൊതിതീരെ അടിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു അത് പുഞ്ചിരിയോടെ സ്വീകരിച്ചു എന്നാണ് ആമേ യഹൂദാ ചരിത്രം പറയുന്നത്. ജോസഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പുഞ്ചിരിയോടെ സഹിച്ചു. എന്തെന്നറിയാമോ? തന്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ മുറിവുകളും, യേശുവിന്റെ ശരീരത്തിൽ നിന്നും ആമേ വീഴുന്ന ഓരോ തുള്ളി രക്തവും അനേകരുടെ പാപക്കറകളെ കഴുകുന്നതോടൊപ്പം അനേകരുടെ രോഗത്തെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. നിരാത്രി ഏത് രോഗത്താൽ ബാധിക്കപ്പെട്ടിരുന്നാലും, ഏത് പ്രശ്നത്താൽ ബാധിക്കപ്പെട്ടിരുന്നാലും, രക്താംബരം പോലെ ചുവന്ന പാപത്തിന് അടിമപ്പെട്ടിരുന്നാലും, കർത്താവായ യേശുവിന്റെ മുറിവിൽ ആശ്രയിക്കുന്ന, അവന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാനും കർത്താവിന്റെ രക്തത്തിന് മുറിവിനും ശക്തിയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് ധൈര്യമുണ്ട്. 129-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറിയിരിക്കുന്നു. റോമൻ ചമ്മട്ടി കൊണ്ട് യേശുവിന്റെ ശരീരം അടിച്ചു ഉഴുത് കീറപ്പെടുമ്പോൾ ആമേ പതിനായിരങ്ങൾ രക്ഷ പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെ രക്ഷയും ആമേ വിടുതലും പ്രാപിക്കുവാൻ വേണ്ടി അത്ര ഈ ഭുജം നഗ്നമാക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ കഷ്ടാനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന വാക്യമാണത്. ദൈവത്തിന് സ്തോത്രം. ഇനി 89-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിച്ചാൽ ഈ ഭുജം ശത്രുവിനെ ചിതറിപ്പിക്കുന്ന ഭുജമാണ്. ദൈവമക്കൾക്ക് വിരോധമായി ആമേ ശത്രു പാളയമടിച്ച് കിടക്കുമ്പോൾ ഒരു വഴിയായി വരുന്നത് 7 വഴിയായി ചിതറിപ്പോകത്തക്കവണ്ണം ആമേ ശത്രുവിന്റെ സകല ഉപായങ്ങളെ ചിതറിച്ചു കളയുന്ന ഭുജമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കർത്താവ് നമുക്ക് മുമ്പായി യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിച്ചു നോക്കും, അവരെ കാണുകയില്ല. ആമേ സ്തോത്രം. നിനക്ക് വിരോധമായി ആമേ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വലിക്കയില്ല. കാരണം ശത്രുവിനെ ചിതറിപ്പിക്കുന്ന ഒരു ഭുജം
നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പായി യുദ്ധം ചെയ്യുവാൻ യുദ്ധവീരനായി ഇറങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആമേ സ്തോത്രം, പോരാട്ടങ്ങളുടെ നടുവിൽ നാം ചെന്ന് ചാടാതെ നാം നമ്മുടെ കർത്താവിന്റെ പുറകെ നിൽക്കുക. കർത്താവ് സൈന്യങ്ങളുടെ യഹോവയായി നമുക്ക് മുമ്പായി പുറപ്പെട്ട്, വീരനാം ദൈവമായി നമുക്ക് മുമ്പായി പുറപ്പെട്ട്, ദൈവത്തിന് സ്തോത്രം. ഇനി 98-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഈ ഭുജം നമുക്ക് ജയം തരുന്ന ഭുജമാണ്. ദൈവത്തിന് സ്തോത്രം. 98-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തെ വായിക്കുമ്പോൾ ഈ ഭുജം നമുക്ക് ജയം തരുന്ന ഭുജമാണ്. ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയുന്നില്ല, പരാജയം മുൻപിൽ കണ്ടിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായിക്കൊള്ളട്ടെ, ഈ ഭുജത്തിൽ ആശ്രയിക്കാമെങ്കിൽ, യേശു കർത്താവാകുന്ന യഹോവയുടെ ഭുജത്തിൽ ആശ്രയിക്കാമെങ്കിൽ അവൻ നിങ്ങൾക്ക് ജയം തരുന്ന ദൈവമാണ് എന്നിന്ന് രാത്രി അറിയുക. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ഭുജം, ദൈവത്തിന് സ്തോത്രം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാൽ ആമേ സ്തോത്രം, മരണത്തെ ജയിച്ച് ഉയരത്തിലേക്ക് പോയ കർത്താവ് ഇനിയും ഈ ലോകത്തിലേക്ക് മടങ്ങി വന്ന് ഈ ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന ഭുജമാണ്. ദൈവത്തിന് സ്തോത്രം. ഭരണം നടത്തുവാൻ പോകുന്ന ഭുജമാണ്. സകല ഭരണാധികാരികളെ സ്തംഭിപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് ഏകചക്രാധിപതിയായി യെരൂശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തെ ഭരിക്കുവാൻ പോവുകയാണ്. ഭരിക്കുവാൻ വേണ്ടി വരുന്ന ഭുജമെന്നാണ് യെശയ്യാവ് 40-ന്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭുജത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവാണ് ഈ യഹോവയുടെ ഭുജമെന്ന് ആമേ സ്തോത്രം ഒരുവിധം ഞാൻ ചൂണ്ടിക്കാണിച്ചു. കർത്താവായ യേശുക്രിസ്തു ഏതെല്ലാം വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, യഹോവയുടെ ഭുജമായി ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഓർപ്പിച്ചു. 1, നമുക്ക് വേണ്ടി അവതരിച്ചു. ആമേ സ്തോത്രം. 2, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. 3, ശത്രുവിന് നേരെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. 4-ാമതായി യേശു നമുക്ക് ജയം തരുന്ന ഭുജമാണ്. 5-ാമതായി യേശു ഇനി മടങ്ങി വരുന്ന ഭുജമാണ്. ദൈവത്തിന് സ്തോത്രം. ശരി, പൂർവ്വകാലത്ത് പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ഉണരുവാൻ പറയുന്നു. പൂർവ്വകാലത്ത് പണ്ടത്തെ തലമുറയിൽ ഈ ഭുജം ഉണർന്നത് എങ്ങനെയാണ്? അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. രഹബിനെ വെട്ടാൻ വേണ്ടി, മഹാസർപ്പത്തെ കുത്തികളയാൻ വേണ്ടിയാണ് ഈ ഭുജം ഉണർന്നത്. രഹബ് എന്ന് പറയുന്നത് മിസ്രൈമാണെന്ന് പറഞ്ഞല്ലോ. മഹാസർപ്പം പിശാച്. ആമേ സ്തോത്രം. പിശാചിന്റെ ശക്തിയെയും ഈജിപ്തിന്റെ ശക്തിയും മിസ്രൈമിന്റെ ശക്തിയെയും ആമേ സ്തോത്രം നിർമൂലമാക്കുവാൻ വേണ്ടി ഈ ഭുജം ഉണർന്നു. ആമേ സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആഴിയെ വഴിയാക്കി കൊടുത്തതും വിശുദ്ധന്മാരെ ആ വഴിയിൽ കൂടെ നടത്തിയ ഈ ഭുജമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് ആരിൽ കൂടെയാണ് ഈ ഭുജം ഉണർന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് മോശയിൽ കൂടെ ഉണർന്ന ഭുജമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മോശയിൽ കൂടെ പണ്ടത്തെ നാളുകൾ പൂർവ്വകാലത്ത് ഉണർന്ന അനുഭവമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം യെശയ്യാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പണ്ട് മോശയിൽ കൂടെ ഉണർന്നതുപോലെ എന്നിൽ കൂടെ ഉണരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഈ ഒക്ലഹോമ പ്രയർ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അന്ന് മോശയിൽ കൂടെ ഉണർന്നതുപോലെ എന്നിൽ കൂടെ ഒന്ന് ഉണരണമേ. ഉണർന്നാൽ മോശ മുഖാന്തരം 30 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനം 430 വർഷത്തെ അടിമത്വത്തെ ആമേ സ്തോത്രം മറികടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ടതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ സീനയിലേക്ക് ഈ ഒക്കലോം പ്രദേശത്ത് നിന്ന് മാത്രമല്ല, ഈ അമേരിക്ക രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല മനുഷ്യവർഗത്ത് നിന്നും ഒരു വലിയ കൂട്ടം വീണ്ടെടുക്കപ്പെട്ട് യാത്ര പുറപ്പെടേണ്ടത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഇന്നു മുതൽ ഇതൊരു പ്രാർത്ഥന വിഷയമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദയവായി ഓർപ്പിക്കുന്നു. ഞാൻ ചില നാളുകളായി ആമേ സ്വന്തം ദൈവാത്മാവ് ഈ വചനം, ഈ വിഷയം എന്നെ പ്രകാശിപ്പിച്ചത് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കടന്നു പോകുന്നിടത്തൊക്കെ ഞാനിത് ആമേ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു. പൂർവ്വകാലത്ത് പണ്ടത്തെ തലമുറയിൽ മോശയിൽ കൂടെ ഉണർന്നതുപോലെ എന്നിൽ കൂടെ ഉണരണമേ. ആ വിഷയം ഞാൻ ആമേ അല്പം കൂടെ വിശദീകരിച്ച് നിർത്താം. ദൈവത്തിന് സ്തോത്രം. മോശയിൽ കൂടെ ഉണർന്നത് എങ്ങനെയാണ്? ആരാണ് മോശ? അമ്രാമിന്റെ യോഖേബേത്തിന്റെ മകനും ലേവി ഗോത്രത്തിൽപ്പെട്ടവനും ആമേ മിര്യാമിന്റെ അഹരോന്റെ സഹോദരനും ആമേ സ്തോത്രം ഇത്രയുടെ മരുമകനും ആമേ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വളർത്തപ്പെട്ടവനും ദൈവത്തിന് സ്തോത്രം. പിന്നെ ഗേർശോമിന്റെ എലിയാസറിന്റെയും അപ്പനും
സിപ്പോറയുടെ ഭർത്താവുമാണ്. ദൈവത്തിന് സ്തോത്രം. മോശ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആമേൻ, സ്തോത്രം. 40 വർഷം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആമേൻ, സ്തോത്രം. അതിനുശേഷം ഇത്രയുടെ മരുമകനായി, സിപ്പോറയുടെ ഭർത്താവായി, ഗേർശോമിന്റെയും എലെയാസാറിന്റെയും അപ്പനായി. ഏകദേശം 80 വയസ്സ് പ്രായമുള്ള മോശ ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരത്ത് ആടുകളെ മേയ്ക്കുവാൻ വിട്ടിട്ട് വടിയൂന്നി ആ പർവ്വതത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. അതൊരു വലിയ വിഷയമൊന്നുമല്ല. സാധാരണ മരുഭൂമിയിലെ മുൾച്ചെടികൾ കൂട്ടി വരച്ച് തീ കത്തും. അത് കാണാൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് കുറെ നേരം കത്തിയെന്ന് അണഞ്ഞു പോകും. പക്ഷേ മോശ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് ആളി കത്തുന്നെങ്കിലും മുള്ളുകൾ കരിയുന്നില്ല. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് മോശ അവിടെ നിന്ന് എഴുന്നേറ്റ് അതിനടുത്തേക്ക് പോയത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അത് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിന് 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80 വയസ്സുകാരനായ മോശ ഇപ്പോൾ കത്തുന്ന മുൾപ്പടപ്പിന്റെ അടുക്കലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ആ മുൾപ്പടപ്പിനകത്തു നിന്നും, ആ കത്തുന്ന തീക്കകത്തു നിന്നും ഒരു ശബ്ദം, മോശെ മോശെ ഇങ്ങോട്ട് അടുക്കരുത്, അവൻ പെട്ടെന്ന് ഇവിടെ നിന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാലിൽ നിന്ന് ചെരുപ്പ് നീക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ വേഗത്തിൽ ചെരുപ്പങ്ങൾ ഊരി മാറ്റി. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അവൻ പ്രതീക്ഷിക്കാത്ത ശബ്ദം, ദൈവശബ്ദം കത്തുന്ന അഗ്നിജ്വാലയ്ക്കകത്ത് നിന്ന് അവൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. കേട്ടപ്പോൾ അതെ നിൽക്കാൻ പറഞ്ഞപ്പോൾ, ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്നു എന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കാലിൽ ചെരുപ്പൂരാൻ പറഞ്ഞപ്പോൾ അവൻ ഊരി മാറ്റി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നടന്ന സംഭവമാണ് ഞാൻ ഇവിടെ യഹോവയുടെ ഭുജം ഉണർന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന് നമ്മിൽ കൂടെ പ്രവർത്തിക്കാൻ കഴിയാതെ ഏതെങ്കിലും പാപത്തിന്റെ ചെരുപ്പുണ്ടെങ്കിൽ, അശുദ്ധിയുടെ ചെരുപ്പുണ്ടെങ്കിൽ, സംശയത്തിന് ചെരുപ്പുണ്ടെങ്കിൽ, പിന്മാറ്റത്തിന് ചെരുപ്പുണ്ടെങ്കിൽ അതിനെ ഊരിക്കളയണം. ഊരി വച്ചിരിക്കരുത്, ഊരിക്കളയണം. ഊരിക്കളയാനാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമകാലത്ത് നമ്മോട് സ്തോത്രം കളയുവാൻ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്താം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീർന്നുകൊണ്ട് വചനമെന്ന ഭയമില്ലാത്ത പാല് കുടിച്ചാൽ നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാനിടയായി തീരും. നോക്കുക, 5 കൂട്ടം കാര്യങ്ങളാ പത്രോസ് ഇവിടെ രേഖപ്പെടുത്തി നീക്കിക്കളയുവാൻ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് വേണം ദൈവവചനം എന്ന മായമില്ലാത്ത പാല് സ്തോത്രം അത് നുകരുവാൻ. അപ്പോൾ നാം രക്ഷയ്ക്കായി വളരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയേണ്ട ചെരുപ്പ് ഏതുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഭുജത്തിന്, യേശു കർത്താവിന് നമ്മിൽ കൂടെ ഉണരുവാൻ തടസ്സമായിരിക്കുന്ന ഏത് ചെരുപ്പുണ്ടെങ്കിലും, എന്ത് സംശയമായിരുന്നാലും, ഏത് സ്തോത്രം പിന്മാറ്റമായിരുന്നാലും, സ്തോത്രം അവിശ്വാസമായിരുന്നാലും, അന്ധവിശ്വാസമായിരുന്നാലും, ദൈവത്തിന് സ്തോത്രം എല്ലാ സ്തോത്രം ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തികൾ അഴിച്ചു മാറ്റിയേ മതിയാവൂ. അങ്ങനെ അഴിച്ചു മാറ്റിയ യഹോവയുടെ ഭുജം നമ്മിൽ കൂടെ ഉണരും. ആ ഉണരുന്ന അനുഭവം സ്തോത്രം യെശയ്യാവ് തന്നെ 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും എടുത്തൊന്ന് വായിക്കാമോ? അതിന് ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി. യെശയ്യാവ് 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചാൽ മതി. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട്, യെശയ്യാവ് 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 12. അതെ. തന്റെ മഹത്വമുള്ള ഭുജം ഈ മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശ്വാസ നിയമം. യഹോവയുടെ ഭുജം സ്തോത്രം മോശയിൽ കൂടെ ഉണർന്ന കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി എന്ന് പറഞ്ഞാൽ മോശയുടെ വലങ്കയിൽ കൂടെ ഉണർന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ചെരുപ്പ് നീക്കി ദൈവം പറഞ്ഞതുപോലെ തീയോട് അടുക്കാതെ അവൻ അകന്ന് നിൽക്കുമ്പോൾ, ചെരുപ്പ് നീക്കി നിൽക്കുമ്പോൾ സംഭവിച്ച കാര്യം അവിടെ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
യഹോവയുടെ വിശുദ്ധഭുജമായ ക്രിസ്തു മോശയുടെ വലം കൈക്കൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഗ്ലൗസ് എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ. ഗ്ലൗസ് സാധാരണ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ സർവ്വസാധാരണ എല്ലായിടത്തും ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗ്ലൗസ് എന്ന് പറയുന്ന 5 വിരലുള്ള ഒരു കൈപ്പത്തിയാണ്. പക്ഷേ ഈ ഗ്ലൗസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു നിർജീവ സാധനമാണ്. ഇതിന്റെ അകത്തേക്ക് MBBS കാരനായ ഒരു ഡോക്ടറുടെ കൈ അകത്ത് കയറിയാൽ, ഒരു നേഴ്സിന്റെ കൈ കയറിയാൽ, ആ നിർജീവമായ ആ ഗ്ലൗസ് ജീവൻ പ്രാപിക്കും. അത് പിന്നെ അതിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതുപോലെ മോശ ഒരു ഗ്ലൗസാണ്. മോശയുടെ വലം കൈക്കകത്ത് മോശ ഒരു ഗ്ലൗസ് പോലെ പുറത്തിരിക്കുകയാണ്. അവന്റെ കൈ പുറത്തിരിക്കുന്നു. അവന്റെ വലം കൈക്കകത്ത് യഹോവയുടെ ഭുജമായ യേശു ഒന്ന് പ്രവേശിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രവേശിച്ചപ്പോൾ ഇവൻ ആരായി തീർന്നെന്ന് അറിയാമോ? അമ്രാമിന്റെയും യോഖേബത്തിന്റെയും മകനായ മോശ. സ്തോത്രം. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട മോശ. ഇത്രയുടെ മരുമകനായ മോശ. സ്തോത്രം. സിപ്പോറയുടെ ഭർത്താവായ മോശ. സ്തോത്രം. ഗേർശോമിന്റെയും എലയാസന്റെയും അപ്പനായ മോശ. അഹരോന്റെയും മിര്യാമിന്റെയും സഹോദരനായ മോശ. ഇപ്പോൾ ആരായിട്ടെന്ന് അറിയാമോ? 90-ാം സങ്കീർത്തനത്തിൽ ഹെദ്യഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ദൈവപുരുഷനായ മോശ. അവൻ സാധാരണ മോശയായിരുന്നു, ഇപ്പൊ ദൈവ പുരുഷനായ മാറി. കേട്ടോ, യഹോവയുടെ ഭുജം അകത്ത് പ്രവേശിച്ചപ്പോൾ സാധാരണ മോശമല്ല, അവൻ ഇപ്പോ ദൈവപുരുഷനായി മാറി. ദൈവപുരുഷനായ മോശയായി മാറി. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം അകത്ത് വസിക്കുന്ന പുരുഷനായ അങ്ങ് മാറി. ഇപ്പോ മോശയുടെ കൈ അനങ്ങിയാൽ അത്ഭുതം നടക്കും. അവന്റെ കണ്ണനങ്ങിയാൽ അത്ഭുതം നടക്കും. അവന്റെ ചുണ്ടനങ്ങിയാൽ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ഭുജം നമ്മിൽ കൂടെ ഒന്ന് ഉണരണമെന്ന്? ദൈവം പറഞ്ഞു. സ്തോത്രം. ഇത്രയായപ്പോ ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? ഒരു ഉണക്ക വടിയാ. എത്രയോ വർഷത്തിന് മുമ്പേ ആടുകളെ മേയ്ക്കാൻ വേണ്ടി തന്റെ അമ്മാച്ചൻ കൊടുത്തതാ. അത് കൈ വെച്ചുകൊണ്ട് നടക്കുന്നു. ആ വടിയങ്ങോട്ട് താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശയും പേടിച്ചു പോയി. ദൈവം പറഞ്ഞു, വന്ന് അതിന്റെ വാലയെ പിടിച്ചെടുക്കാൻ പറഞ്ഞു. വാലയെ പിടിച്ചെടുത്തപ്പോൾ അത് വടിയായി തീർന്നു. എന്താ കർത്താവിടെ പഠിപ്പിക്കുന്നത് അറിയാമോ? ഒരു കാര്യം, ശുശ്രൂഷ അവനെ പഠിപ്പിക്കുക. 2, സ്തോത്രം, സർപ്പത്തിന്റെ ശക്തിയെ എങ്ങനെ ഒതുക്കാമെന്ന് ദൈവം അവന് പരിശീലനം കൊടുക്കുക, പ്രാക്ടീസ് കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ വടി സർപ്പത്തെ വാലിൽ പിടിച്ചെടുത്തപ്പോൾ അത് വടിയായി, നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി. ഈ വടിയും കൊണ്ട് അവൻ കടന്നുപോയി. സ്തോത്രം. ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തി പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് സ്തോത്രം സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആ ദൈവത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവൻ വടി അങ്ങോട്ട് താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. ഫറവോൻ ഇവിടെ മാനസാന്തരപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ പുതിയ പദ്ധതി വന്നിരിക്കുന്നു. അവൻ ദേശത്തെല്ലാം വിളംബരം ചെയ്തു, മോശ എന്ന് പറയുന്നില്ല, വടിയിട്ട് സർപ്പമാക്കിയിരിക്കുന്നു, ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്ര അറയ്ക്കകത്തിരുന്ന് ഓരോ വടി വച്ചേച്ച് അവരുടെ ദൈവങ്ങളെല്ലാം അതിനകത്ത് ആവാഹിച്ചു. മന്ത്രവാദത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തിന് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ് ഞാനും. ദൈവത്തിന് സ്തോത്രം. ഞാനും ഒരു കാലഘട്ടത്തിൽ മന്ത്രവാദത്തിനുമൊക്കെ അങ്ങനെ നടന്ന വ്യക്തിയാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം എല്ലാവരും തങ്ങളുടെ മന്ത്ര അടയ്ക്കകത്ത് വടിവെച്ച് സ്തോത്രം മന്ത്രം ഉരുവേറ്റി ആ പിശാചുക്കൾ അവിടെ സേവാമൂർത്തികളെല്ലാം മഹാസർപ്പത്തിന്റെ ശക്തിയെല്ലാം ഈ വടിക്കകത്ത് ആവാഹിച്ചുകൊണ്ട് വന്നു. കൊട്ടാരത്തിൽ വന്ന എല്ലാ മന്ത്രവാദികളും വടിയിട്ടു, എല്ലാം സർപ്പമായി തീർന്നു. മോശയും വടിയിട്ടു, സർപ്പമായി തീർന്നു. പക്ഷേ മോശയുടെ സർപ്പം ചെന്ന് എല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങി. എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഒറ്റ എണ്ണം പോലും ഓടി രക്ഷപ്പെട്ടില്ല. ഒരെണ്ണം പോലും മോശയുടെ വടിയോട് എതിർത്തൊന്നുമില്ല. ദൈവമക്കളെ, എല്ലാ നാമത്തിനും മേലായ നാമമാണ് നമ്മിലിരിക്കുന്നത്. നിന്നോടൊരു ശക്തിക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. യേശു കർത്താവ് അകത്തുണ്ടെങ്കിൽ, ദൈവകൃപ അകത്തുണ്ടെങ്കിൽ, ദൈവശക്തി അകത്തുണ്ടെങ്കിൽ നിന്നോടൊരു ശക്തിക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എതിർക്കുന്ന ശക്തിയെല്ലാം വിഴുങ്ങപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവരെ പിന്നെ കാണുകയില്ല. എല്ലാ സർപ്പത്തെയും വിഴുങ്ങി കഴിഞ്ഞപ്പോൾ മോശ വാലയെ പിടിച്ചെടുത്തു, അത് വടിയായി തീർന്നു. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തുവാൻ
ദൈവം ഉപയോഗിച്ച സ്തോത്രം അനുഭവം. ഇത് മോശയുടെ കൈയല്ല, മോശയുടെ കൈക്കകത്ത് പ്രവേശിച്ച യഹോവയുടെ ഭുജമാണ് ഇത് ചെയ്തതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് മുഖാന്തരം മിസ്രയീമിന്റെ അടിമത്വത്തിൽ കിടന്ന 430 വർഷത്തെ അടിമച്ചങ്ങല പൊട്ടിച്ചുകൊണ്ട് 30 ലക്ഷത്തിലധികം വരുന്ന ജനം ആർപ്പോടും സ്തുതിയോടും കൂടെ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. കർത്താവ് വാഗ്ദത്തം ചെയ്ത പിതാവിന്റെ ഭവനത്തിലെ വാസസ്ഥലം കൈവശമാക്കുവാൻ വേണ്ടി അനേക കോടി ജനം ഇനി ആവശ്യമുണ്ട്. ഈ അമേരിക്കയിലുള്ള ഓരോ വ്യക്തികളും ആവശ്യമുണ്ട്. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോരുത്തരും കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ വിരുന്നുശാല ഹല്ലേലൂയ നിറയുവാൻ ഇനി ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട്. ഈ നാളുകളിൽ യഹോവയുടെ ഭുജമായ കർത്താവ് നാം ആരും നമ്മിൽ കൂടെ ഒന്ന് ഉണർന്നാൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും, രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. മോശ ഒരു സാധാരണ മോശ ദൈവപുരുഷനായ മോശയായി മാറി അവനിൽ കൂടെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടന്ന പോലെ ഈ കാലഘട്ടത്തിലും ദൈവസഭയ്ക്കകത്ത് ജനം ഇരച്ചു കയറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വിരുന്നുശാലയ്ക്കകത്ത് വന്ന് നിറയത്തക്കവണ്ണം കൂട്ട സ്നാനങ്ങൾ സഭകൾ നടക്കുവാൻ തക്കവണ്ണം കൂട്ട അഭിഷേകങ്ങൾ നടക്കുവാൻ തക്കവണ്ണം സുവിശേഷീകരണത്തിന് വേണ്ടി നെഞ്ചുറപ്പോടെ ഒരു സൈന്യം എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ആത്മാവിലും സത്യത്തിലുമുള്ള ശക്തമായ ആരാധന പിന്നെയും ദൈവസഭകൾ ഉടലെടുക്കേണ്ടതിന് വേണ്ടി ഈ നാളുകളിൽ യഹോവയുടെ ഭുജമേ എന്നിൽ കൂടെ ഒന്ന് ഉണരണമേ, ഈ സാധുവായ എന്നിൽ കൂടെ ഉണരണമേ. അങ്ങേക്ക് ഉണരുവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ചെരുപ്പിനെയും ഞാൻ നീക്കിത്തരാം. എല്ലാ അശുദ്ധിയും നീക്കിത്തരാം, എല്ലാ പാപത്തെയും നീക്കിത്തരാം, എല്ലാ പിന്മാറ്റത്തെയും ഞാൻ അകറ്റിത്തരാം, എന്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞാൻ നീക്കിത്തരാം. എന്നിൽ കൂടെ ഒന്ന് ഉണരണമേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾ ആരും ആകട്ടെ, ആണെന്നോ പെണ്ണെന്നോ ദൈവം നോക്കുന്നില്ല, വലുതെന്നോ ചെറുതെന്നോ നോക്കുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല, സാധുവാണോ ധനികനാണോ എന്ന് ദൈവം നോക്കുന്നില്ല. രാത്രി കർത്താവ് ഉണർന്നാൽ, യേശു കർത്താവാകുന്ന യഹോവയുടെ ഭുജം ഉണർന്നാൽ, പൂർവ്വകാലത്തെന്ന പോലെ എന്നിൽ കൂടെ ഉണരണമേ എന്ന് അപേക്ഷിച്ചാൽ സകല ജാതികളെ സന്ദർശിക്കേണ്ടത് സാധുവായി തമ്മിൽ കൂടെ കർത്താവ് ഉണരുവാനിടയായിത്തീരും. ഉണർന്നു കഴിയുമ്പോൾ നാം ശക്തരായിത്തീരും. യെരൂശലേമിൽ യഹൂദയിലില്ല എല്ലായിടത്തും ശമര്യയിലും ഭൂമിയിടത്തോളം സാക്ഷിയാകുവാൻ കർത്താവ് നമ്മെ അധികാരപ്പെടുത്തുവാനിടയായിത്തീരും. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി അല്പസമയം ഈ പ്രയർ ലൈനിൽ കൂടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ട് നാം ഈ ജനത്തെ ഉണർത്തിയ ഈ തിരുവചനം ഓരോ ഹൃദയങ്ങളിലും ഹല്ലേലൂയ ആഴമായി പതിയുമാറാകട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന യെശയ്യാവിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് വരട്ടെ. യഹോവയുടെ ഭുജമായ യേശുവേ, ഞങ്ങൾ കൂടെ ഉണരണമേ. കൃപാവരങ്ങളാൽ കൃപകളാൽ നിറയപ്പെട്ടവരായി യേശുവിന് വേണ്ടി നിൽക്കുവാൻ അനേക ലക്ഷങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ ദൈവമേ നീ കൃപ നൽകണം. സഭകൾ ഉണരപ്പെടുവാൻ, സഭകളിലെ കൂട്ട സ്നാനം നടക്കുവാൻ, ജനം ഇരച്ചു കയറുവാൻ, കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ, ദൈവദാസന്മാരെ അഗ്നി ജോലിയാക്കി അധികാരത്തോടെ നിർത്തുവാൻ, ആത്മാവിലും സത്യത്തിലുമുള്ള ശക്തമായ ആരാധന ഈ രാജ്യത്തിലെങ്ങും വെളിപ്പെടുവാൻ, ലോകത്തിലെങ്ങും വെളിപ്പെടുവാൻ കർത്താവേ നീ ഉണരണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്റെ പേര് സ്തോത്രം സത്യനേശൻ എന്നാണ്, നെയ്യാറ്റങ്കരയിൽ നിന്നാണ്. ഒക്കലഹോമയിലായിരിക്കുന്നു. ഈ വ്യാഴാഴ്ച ഇവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയി അടുത്ത 2-ാം തീയതി ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചർച്ചിന്റെ പണിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടേക്ക് വരുവാനിടയായിത്തീർന്നത്. കർത്താവ് ഇതുവരെ സഹായിച്ചു. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.